കർഷകർക്കും സാമൂഹിക പ്രവർത്തകർക്കും പിന്നാലെ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വീറുറ്റ പോരാട്ടവുമായി കോൺഗ്രസ് നേതൃത്വം മുന്നിൽ നിന്ന് നയിക്കുകയാണ്. സംവാദങ്ങൾക്ക് പകരം പ്രതിഷേധങ്ങളെ ഭയന്ന് അടിച്ചമർത്തൽ മാർഗം സ്വീകരിക്കുന്ന ഭരണകൂടത്തിന്റെ യഥാർത്ഥ മുഖം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലൂടെ പുറത്തുവന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി തുറന്നടിച്ചു. രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾക്കായി പ്രതിപക്ഷം ഉറച്ചു നിൽക്കുമെന്ന ശക്തമായ സന്ദേശമാണ് അവർ നൽകിയത്. വിദ്യാഭ്യാസ മേഖലയെ പാടെ തകർത്ത കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകളിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയും കടുത്ത ഭാഷയിലാണ് ശബ്ദമുയർത്തിയത്. വിദ്യാർത്ഥികളുടെ ന്യായമായ സമരത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ ഉയർത്തുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ഉടനടി പുറത്താക്കണമെന്നും വിഷയത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു. നീതി ചോദിച്ചെത്തിയ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചവർക്കെതിരെ കർശന നടപടി വേണമെന്ന് സഭയിലും സോഷ്യൽ മീഡിയയിലും രാഹുൽ ഗാന്ധി നിരന്തരം ആവശ്യമുന്നയിക്കുകയാണ്. മറുവശത്ത് സോനം വാങ്ചുക് നടത്തിയ 26 ദിവസത്തെ നിരാഹാര സമരം അവസാനിപ്പിച്ചെങ്കിലും കേന്ദ്രത്തിന്റെ അനീതികൾക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. സ്വന്തം ജീവൻ പണയം വെച്ച് രാജ്യത്തിന്റെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തിയ പോരാട്ടമാണ് വാങ്ചുക് നടത്തിയതെന്നും അടിയന്തരമായി വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുമാണ് പ്രതിപക്ഷവും പ്രക്ഷോഭകരും ആവശ്യപ്പെടുന്നത്. ഗാന്ധി സ്മൃതിയിലേക്ക് നടത്തിയ മാർച്ചും ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിൽ നടക്കുന്ന ശക്തമായ പ്രതിഷേധങ്ങളും രാജ്യത്തെ സാധാരണക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ഒപ്പമാണ് കോൺഗ്രസ് ഉള്ളതെന്ന് വീണ്ടും തെളിയിക്കുന്നു.